ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ശനിയാഴ്ച ഇച്ചുമ്മാനെ പല്ല് ഡോക്ടർ എടുത്ത് കൊണ്ടുപോയതായിരുന്നു കേട്ടോ. ശനിയാഴ്ച എടുത്തുവെച്ച വീഡിയോ ആണ് ഇന്നാണ് വിടാൻ കഴിഞ്ഞത്. കൈ ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാൻഡേജൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെയൊക്കെ കാണിച്ചു. ഞങ്ങൾ ബേബിയാളെ വീട്ടിൽ വെച്ച് കണ്ടാ പോയത് കേട്ടോ. അപ്പോൾ അതിലെ കാർമലിലാണ് ഞാൻ കാണിച്ചത്, കച്ചേരിപ്പടി മഞ്ചേരി. അപ്പോൾ അത് കാണിച്ച് മടങ്ങി പോന്നപ്പോൾ ചുമ്മാ അങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഷവർമ്മ വാങ്ങിച്ചെരിമാ ഷവർമ്മ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കെയർ ബേക്കറിൻ്റെ മുന്നിൽ കൂടെ പോയത്. അതിൻ്റെ മുന്നിൽ കൂടെ പോയാൽ പിന്നെ പറയും വേണ്ടല്ലോ. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചു കൊടുക്കുക, റോള് വാങ്ങിച്ചു കൊടുക്കുക കരുതികാണ്ട് കയറിയതാട്ടോ. ഏതായാലും ഷവർമ്മ പറഞ്ഞ കഥ എന്ന് പറഞ്ഞ പോലെ ഞാനത് വാങ്ങിച്ചു കൊടുത്തുകാണ്ട് വീഡിയോയിൽ പകർത്തിയും ചെയ്ത്. ഇവിടെ വന്നപ്പോൾ ഭയങ്കര കച്ചറ, റിതും ഷെയ്മോളും അവൾക്ക് വാങ്ങിച്ചു കൊടുത്തു, അതാണ് ഇതാണ് പറഞ്ഞു. ഇതെല്ലാവരും കൂടി കരയണുണ്ട്. അപ്പോൾ കാക്കൂൻ്റെ അടുത്ത് നല്ല ചീത്തയും കിട്ടിയിട്ടോ. എനിക്കൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ പോരെ, വെറുതെ വീഡിയോ എടുത്ത എന്തിനാ, പാക കച്ചറ ആയില്ലേ പറഞ്ഞു കണ്ട്. ഞാൻ ഒരാളെയും കൊണ്ട് പോയതല്ലേ, അവളിങ്ങനെ അതിൻ്റെ മുന്നിൽ കൂടെ പോയപ്പോൾ കരഞ്ഞപ്പോൾ വാങ്ങിച്ചു കൊടുത്താ കേട്ടോ. കുട്ടികളെ പൂതിയല്ലേ, എപ്പോഴൊന്നും ചോദിക്കലില്ലല്ലോ, എപ്പോഴെങ്കിലൊക്കെ അല്ലേ. അപ്പം അങ്ങനെ കൊണ്ടുപോയപ്പോൾ വാങ്ങിച്ചു കൊടുത്താ. ഏതായാലും ബേബിയാൾ അവിടെ നിർത്തിക്കാണ്ട് പോന്നതായിരുന്നു. ഞാൻ കാക്കു പറഞ്ഞു, ആ 3-4 പല്ലുണ്ട് കോട്ടല്, അപ്പം ഈ എന്നെ കൊണ്ടുപോയി കാണിച്ചോ എന്ന് പറഞ്ഞുകാണ്ട് വിട്ടതായിരുന്നു കേട്ടോ. പെട്ടെന്ന് കാണിച്ചു കാണ്ട് പോന്നു. കാർമല്ല കാണിച്ചത് ഞാൻ ജില്ലാശുപത്രിയിൽ കാണിച്ചില്ല കേട്ടോ. അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും കരുതി. അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ മടങ്ങി പോന്നു. ഇവിടെ ഇങ്ങനെ ഇരിക്കുക, നമ്മൾ കച്ചേരിപ്പടി സ്റ്റാൻഡാട്ടോ. ഒരു ബസ്സും ഇല്ല. അപ്പം വെയിറ്റ് ചെയ്ത് കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അച്ചുമ്മ കണ്ടോ, അച്ചുമ്മ പോന്നാൽ ഇതാണ് തിന്നാനും വേണ്ടി പോരുന്ന കേട്ടോ. പെണ്ണ് എന്തേലൊക്കെ വാങ്ങിച്ചെരുമ്മ എന്ന് പറഞ്ഞുകൊണ്ട്. ഇതെല്ലാവരും കൂടി പോകുമ്പോൾ നമ്മളിങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരെ കൊണ്ടുപോകുമ്പോൾ എന്തേലൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അപ്പം അത് പറയരുത് എന്ന് പറയല, വീഡിയോ എടുക്കാനും വേണ്ടി കണ്ട് ഞാനിത് ചെയ്തതാ. അതാകെ കൊളായിട്ടോ. ഇന്നലെ മിഞ്ഞാന്നൊക്കെ റിതുവൊക്കെ എന്നോട് തെറ്റിയിരുന്നു. ഇന്നലെ രാത്രി എന്നിട്ട് കാക്ക് പോയി വാങ്ങിച്ചു കൊടുത്തുട്ടോ. ചെക്കമ്മ ഉണ്ടണന്നല്ല, ഈറടിച്ച് നടക്കുക. അവൾക്ക് വാങ്ങിച്ചു കൊടുത്തു, അതാണ് ഇതാണ് പറഞ്ഞു കണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് മടങ്ങി പോന്നാട്ടോ. മടങ്ങി പോന്നപ്പോൾ അതാ ലീനു ഇവിടെ എത്തിയിട്ടുണ്ട്. ലീനു അന്തം വിട്ടിക്കണ് കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ ലീനു ഉറങ്ങിയിരുന്നു. അപ്പം നേരത്തെ നീച്ചുകാണ്ട് ഉറങ്ങിയാട്ടോ. ഞങ്ങൾ 10 മണിക്ക് ആണ് ഇവിടുന്ന് പോയത്. അപ്പോൾ രാവിലെ സുബൈക്ക് നീച്ചുകാണ്ട് പിന്നെ അവൾ 8 മണിക്ക് കിടന്നതായിരുന്നു. അപ്പം ചുമ കണ്ടോ, അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ എടുക്കുന്നുണ്ട്. ചുമ ഭയങ്കര സന്തോഷമായിക്കണം കേട്ടോ. പല്ല് ഡോക്ടറെ കാണാറെ സന്തോഷം അവൾക്ക്. ഷവർമ്മയൊക്കെ തിന്ന സന്തോഷമാണ് കേട്ടോ. ഏതായാലും ഷവർമ്മ എന്നെ ഒരു കുളമാക്കി. അപ്പം ഇതാക്കണ് റിതു മേലെ പോയി കുട്ടീനെ നോക്കിയായിരുന്നു കേട്ടോ. ഓലൊക്കെ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു കുട്ടികളെയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവർക്ക് പബ്സൊക്കെ വാങ്ങിച്ചു പോന്നു കേട്ടോ. പൊന്നൂന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മിന്നൂന് പിന്നെ എന്നെ കണ്ടാലും ഇങ്ങോട്ട് കരഞ്ഞിട്ട് വെക്കൂല. ഓളെ ഞാൻ എടുക്കുക തന്നെ വേണം കേട്ടോ. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് മിക്കവാറും ഓഫാവും. മക്കൾ ഇങ്ങനെ കുറേ കുട്ടികൾ ഇല്ലോണ്ട് ഞാൻ മാക്സിമം കുറച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അവർ കമൻറ്റ് ബോക്സ് ഓഫാക്കും കേട്ടോ, കുട്ടികളിങ്ങനെ ഇടുന്നോണ്ട്. അപ്പം ഞാൻ വന്നപ്പോഴാണ് കാക്കൂന് നിസ്കരിക്കാനൊക്കെ കഴിഞ്ഞു കേട്ടോ. അതോളം ഇങ്ങനെ എല്ലാവരും കൂടി ഇല്ലേ അല്ലേ. അപ്പോൾ അവർക്കൊരു 4 പബ്സൊക്കെ വാങ്ങിച്ചു പോന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. ചെറിയ വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പം മിന്നുമ്മയും പൊന്നുമ്മയും ഇതാക്കണ ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഓല് രണ്ടാളും. അപ്പുറത്ത് നിന്നാണ് ഷെയ്മോള് കളിപ്പിക്കുകയാണ് കേട്ടോ. ഇത് കുപ്പായ ഇടാനൊന്നും ക്യാപ്പ് കിട്ടിയില്ല മക്കളെ. അപ്പോൾ അതിലിങ്ങനെ നിൽക്കണ രംഗം കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് വീഡിയോ എടുക്കണല്ലേ. പിന്നെ നമ്മൾ കുപ്പായൊക്കെ ഇട്ടെടുത്ത് വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ അവർ കാര്യം. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് കേട്ടോ. അതുകൊണ്ട് മിക്കവാറും ഞാൻ പറഞ്ഞില്ലേ, കമൻറ്റ് ബോക്സ് ഓഫ് തന്നെ ആയിരിക്കും. ഇച്ചുമ്മാനെ ഡോക്ടറെ കാണിച്ചു പോന്നു കേട്ടോ. കാർമലിലാണ്, കച്ചേരിപ്പടിയിലാണ് പല്ലിൻ്റെ ഒരു ക്ലിനിക്ക് ഉണ്ട്. അവിടെ പീഡിയാട്രീഷ്യൻ ശനിയാഴ്ചകളിലൊക്കെ വരും കേട്ടോ പല്ലിൻ്റെ. അപ്പോൾ ഡോക്ടർ കാണിച്ചു. ഡോക്ടർ പറഞ്ഞ് റൂട്ട് കനാൽ ചെയ്യണം, 4 പല്ലൊക്കെ റൂട്ട് കനാൽ ചെയ്യണം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല, പറിച്ച് തരുമോ ചോദിച്ചപ്പോൾ പറിക്കാൻ പറ്റൂല. പറിക്കുകയാണെങ്കിൽ അവിടെ ഒരു കമ്പിയൊക്കെ ഇട്ടേക്കേണ്ടി വരും. 10 വയസ്സ് കഴിഞ്ഞാൽ പറഞ്ഞു പോണ പല്ലാണ്, അതൊരു ബുദ്ധിമുട്ടാണ് പറഞ്ഞു. ഏതായാലും ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച ഞാൻ വരാം, കാക്കൂനോട് ചോദിച്ചട്ടെ ഇറങ്ങാണ്ട്. മെല്ലെ അവിടെ നിന്ന് മുങ്ങിട്ടോ. എന്തായാലും റൂട്ട് കനാൽ 2-3 കൊടുക്കണ്ടേ മക്കളെ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കണ്ടോ ആക്രി കച്ചവടമാണ് കേട്ടോ. ആക്രി കച്ചവടം തുടങ്ങിയോ കാക്കൂന്നുണ്ടാവൂലേ. അപ്പോൾ കുറേ വേസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ. കുറേ പഴയ സാധനങ്ങളും നമ്മളെ ഗ്യാസ് അടുപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാക്കു നുള്ളി പെറുക്കി കൊടുക്കുമായിരുന്നു. അതൊക്കെ അവിടെയും ഇവിടെയും വലിച്ചിട്ടിട്ടേ ഒന്നാമത് അതൊക്കെയാണ് വീട് വൃത്തികേടായൊക്കെ കിടക്കുന്നത്. അപ്പം അതൊക്കെ ഒന്നാണ് വൃത്തിയാക്കി അവിടെയൊക്കെ മേലെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടോ.
ഇനി നമുക്ക് ഇൻഷാ അള്ളാ ഒന്ന് വൈറ്റ് അടിച്ചണം എന്നൊക്കെ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നേർക്ക് കച്ചവടമൊന്നും വരുന്നില്ല. ആരും ഇപ്പം പണ്ടത്തെ മാതിരി കച്ചവടമൊന്നും വരുന്നില്ല. അപ്പം അതൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ. നുള്ളി പൊറുക്കിക്കാണ്ടൊക്കെ കാക്കു എല്ലാം നുള്ളി പൊറുക്കി ഇട്ടുകാണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനതിന് അത് വേണം ഇത് വേണം പറയുമ്പോൾ കാക്കു പറയണത് ഇതുവരെ ഒന്നും വേണ്ടാത്തൊക്കെ ഞങ്ങൾക്ക് വേണ്ടി വരും, അതൊക്കെ ഞങ്ങൾക്ക് എന്നിട്ട് എടുത്തുകാണ്ട് അപ്പുറത്തും ഇപ്പുറത്തും വെക്കാനല്ലേ, അത് ഉപയോഗിക്കാനൊന്നല്ലല്ലോ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കണ്ടു എൻ്റെ പശുവിൻ്റെ കാടിപ്പാത്രമൊക്കെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു അതെങ്കിലും അവിടേക്ക് മനുഷ്യർന്ന്. അപ്പം പശുവിനെ വാങ്ങുമ്പോഴല്ലേ അപ്പം എനിക്ക് ഞാൻ വാങ്ങിച്ചു തരാറുണ്ട്. വാങ്ങിച്ചതല്ല കേട്ടോ, അത് നമ്മളെ പശയൊക്കെ എല്ലാവരും ഇതുണ്ടായിരുന്നു ബോട്ടിൽ, അതിൻ്റെ ഭാഗം മുറിച്ചതാട്ടോ. അപ്പം മക്കളൊക്കെ 4 ഭാഗം നിൽക്കണണ്ടിട്ട് അന്തം വിട്ടൊക്കെ ഉണ്ടാവില്ലേ, എന്താ അപ്പം അത് നുള്ളി പൊറുക്കി കണ്ട്. അതിനൊന്നല്ല കേട്ടോ മക്കളെ, അതിന് ഷെയർ വാങ്ങാനും വേണ്ടിയിട്ടാണ്. 10 എനിക്ക് വേണം, 10 മറ്റോക്ക് വേണം, 20 മറ്റോണ്ട് ഋതുവിന് 100 വേണം പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതിനും വേണ്ടിക്കാണ് നിൽക്കുകയാണ്. കസാല കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു പിടിച്ചലിച്ച് വാങ്ങി വെച്ചു ഞാൻ. അത് കൊടുക്കാൻ പറ്റൂല പറഞ്ഞു ഞാൻ. ആ കസാല കൊടുത്തില്ല, ആകെ 3 കസാല ഉള്ളൂ. ആ പൊട്ടിയത് പറഞ്ഞിട്ട് കാര്യമില്ല, പുതിയത് ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് കൊടുക്കാറുണ്ട് ഞാൻ. എന്നിട്ട് ഇവിടെ നിന്ന് കുറേ ഒഴിവാക്കാനുണ്ട് കാരണം അതിൽ ആ കാക്കു ചിരിക്കുക കേട്ടോ. അവിടെ സ്ഥിരം വന്ന് കാണ്ട് എടുക്കുന്ന ആളാണ് സാധനങ്ങളൊക്കെ. അപ്പം അവിടെ ചേപ്പൂരില്ല ആളുമാണ്. ഏതായാലും ആ ഷവർമ്മ വാങ്ങിയോണ്ട് ഞാൻ കരുതി ഇട്ടിട്ടോ. ഇന്നലെ ഋതുവിന് കാക്കുമെല്ലാം പോയി വാങ്ങിച്ചു കൊടുത്തു. അതും ഷെയ്മോള് പറഞ്ഞിട്ടില്ല. ഷെയ്മോൾ അധികം ഇവരൊന്നും വീഡിയോസൊന്നും കാണില്ല. അപ്പം ഞാൻ അടുത്ത ഓൾക്ക് ഇൻഷാ അല്ലാ എപ്പോഴേലും വാങ്ങിക്കൊടുക്കണം. ഏതായാലും ഷവർമ്മ പറഞ്ഞ കഥ തീർന്നിട്ടില്ല.